ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ മുൻഗണന നിശ്ചയിച്ച് നടപ്പാക്കണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക് കൗൺസിൽ. സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും ബജറ്റ് അവതരണത്തിലും വിഷയം പരാമർശിക്കാത്തതിൽ ആശങ്കയുണ്ട്. റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി യോഗം വിളിക്കണമെന്നും ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? KRLCCയുടെ 47ാമത് ജനറൽ അസംബ്ലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വന്നത്. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ KRLCC മുന്നോട്ട് വയ്ക്കുന്ന നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണിവ. അതിൽ പ്രധാനമായും പറയുന്നത്, ഒന്ന്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നീട് ഈ പറയുന്ന ബജറ്റ് അവതരണത്തിലോ അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലോ ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ട് എന്നൊരു കാര്യം KRLCC മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകണം. അതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടവരുടെ യോഗങ്ങൾ വിളിക്കണം. ഒപ്പം ഇത് മുൻഗണനാ ക്രമം നിശ്ചയിച്ചുകൊണ്ട് ഇതിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ചെല്ലാനത്തെ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ആ കടൽഭിത്തി നിർമ്മാണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നിലവിലെ കടൽഭിത്തി താഴ്ന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം പരിഹാരം കാണണം. ഇതോടൊപ്പം തിരുവനന്തപുരത്തെ മുതലപ്പുഴയിലെ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവിടെ സ്ഥിരം അപകടമടക്കം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നതടക്കം ഒട്ടനവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ലത്തീൻ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ സംവരണം 4% ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. ഒപ്പം FCR, അത് കേന്ദ്രത്തിന് മുന്നിലാണ് വയ്ക്കുന്നത്. FCRയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന അവർക്ക് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങളും അതിൽ നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുമാണ് KRLCCയുടെ യോഗമാണ് നടന്നു വന്നിരുന്നത്. അതിൽ 12 രൂപതകളിൽ നിന്നുള്ള, ലത്തീൻ വിഭാഗത്തിലെ 12 രൂപതകളിൽ നിന്നുള്ള മെത്രാൻമാർ, വൈദികർ, സന്യസ്തർ, അതോടൊപ്പം തന്നെ അൽമയർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്.